Students, in this video we are going to describe briefly about overtones, combination bands, difference bands, Fermi resonance and hot bands in vibration spectroscopy. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചായിരുന്നു. അവിടെ ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസ് പറഞ്ഞു, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അൺഹാർമോണിസിറ്റി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അൺഹാർമോണിസിറ്റി ഇൻ റിയൽ മോളിക്കുലർ സിസ്റ്റംസ് എന്നുള്ള കാര്യം പറഞ്ഞു. കാരണം റിയൽ മോളിക്യൂൾസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യില്ല. യു ഹാവ് ടു കൺസിഡർ ദം ആസ് റിയൽ സിസ്റ്റംസ്. യു ഹാവ് ടു കൺസിഡർ ദ ബോണ്ട് ഡിസോസിയേഷൻ വെൻ ദി വൈബ്രേഷൻ എനർജി ഈസ് ഇൻക്രീസിങ് ആൻഡ് ഹെൻസ് യു ഹാവ് ടു ഡിറൈവ് എനർജി എക്സ്പ്രഷൻസ് കറസ്പോണ്ടിങ്ലി. അവിടെ നമ്മൾ മോസ് പൊട്ടൻഷ്യൽ എനർജി കർവ് ഉണ്ട്, മോസ് ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ബേസിലാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻസ് വരുന്നത്. അത് സോൾവ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസ് നമുക്ക് കിട്ടുന്നത്. സോ അൺഹാർമോണിക് ഓസിലേറ്ററിലേക്ക് വരുമ്പോൾ കുറേ ഡിഫറൻസ് ഉണ്ട് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ലോവർ എനർജി ലെവൽസൊക്കെ, ലോവർ വൈബ്രേഷൻ ലെവൽസൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും ഹയർ ലെവൽസിലേക്ക് പോകുമ്പോൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ ലോവറായി വരും. അതുകൂടാതെ ഇവിടെ വരുമ്പോൾ അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ദി കറസ്പോണ്ടിങ് സെലക്ഷൻ റൂൾ ഈസ് വെരി മച്ച് ഡിഫറെൻറ്റ്. ഇവിടുത്തെ സെലക്ഷൻ റൂൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡെൽറ്റ വി, that is difference in the vibration levels, vibrational quantum numbers, ആ ഒരു വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, എക്സെട്ര. പ്ലസ് ഓർ മൈനസ് 1 ആകുന്ന കേസിൽ വി സേ ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ, അതർവൈസ് വിൽ സേ ദാറ്റ് ഈസ് ഓവർടോൺസ് ആൻഡ് ഓൾ. അത് നമ്മൾ ബ്രീഫായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു. ഓവർടോൺസും ഫണ്ടമെൻ്റൽസും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞായിരുന്നു. ഫണ്ടമെൻ്റൽസിന് വിൽ ബി ഹാവിങ് ഹയർ ഇൻറ്റൻസിറ്റി, overtones will be having lower intensity. അതുപോലെ തന്നെ ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അതനുസരിച്ച് കുറഞ്ഞു വരും. സോ വി ആർ ഗോയിങ് ഫർദർ റിഗാർഡിങ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. ആൻഡ് ഇതിനകത്ത് പല ടോപ്പിക്സും നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. ഇത് ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. സോ ഹിയർ overtones will be arising when you have transition from a particular level, vibration level, to another higher vibration level or lower vibration level, when the corresponding delta V value, difference in the corresponding vibration quantum numbers is plus or minus 2, plus or minus 3, etc. on the case, you will be having overtones. And the corresponding energy delta epsilon will be equal to 2 omega bar E into 1 minus 3 Xc for the first overtone, and the second overtone you have 3 omega bar E into 1 minus 4 Xc. ഈ Xc എന്നുള്ള ടേം വളരെ സ്മോൾ ആയതുകൊണ്ട് you can just denote them as delta epsilon is equal to 2 omega bar E for the first overtone and delta epsilon is equal to 3 omega bar E for the second overtone, because ഈ Xc എന്നുള്ള വാല്യൂ വളരെ സ്മോൾ ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ ടേം വിൽ ബി കൺസിഡറബിളി സ്മോളർ വെൻ കമ്പയർ ടു ദി അതർ ടേം. സോ ആ ഒരു ടേമിനെ ഇഗ്നോർ ചെയ്തിട്ടും നിങ്ങൾ പലപ്പോഴും കാണാറുണ്ടാവും ഒരു ഓവർടോണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഓവർടോൺസ്. ഓവർടോൺസ് നമ്മുടെ IR സ്പെക്ട്രൽ നമ്മൾ കാണുന്നതാണ്. ഫണ്ടമെൻ്റൽസ് ആണ് നമ്മൾ പൊതുവേ പല കാര്യങ്ങൾക്കും വേണ്ടി സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓവർടോൺസും കാണും. Overtones will be arising due to this particular selection rule. Delta V പ്ലസ് ഓർ മൈനസ് 2ഉം 3ഉം ഒക്കെ പോസിബിൾ ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഓവർടോൺസും കാണാൻ സാധിക്കുന്നത്. And they will be having intensity very much lower. Omega bar E will be corresponding to that particular fundamental vibration. അതിൻ്റെ 2 ടൈംസും 3 ടൈംസും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓവർടോൺ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്പെക്ട്ര നോക്കുമ്പോൾ തന്നെ ഏകദേശം ഓവർടോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ലോവർ ഇൻറ്റൻസിറ്റി, അതുപോലെ തന്നെ ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ വാല്യൂ വരുന്ന കേസിൽ നമുക്ക് അതിനെ ഓവർടോൺ എന്ന് പറയാൻ പറ്റും. സോ ഹിയർ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ പെർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ വാഗിങ് വൈബ്രേഷനാണ് ഇവിടെ കാണുന്നത്. 920 cm/-1 വാഗിങ് വൈബ്രേഷൻ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷനാണ്. അത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ഇനി പോളിഅറ്റോമിക് മോളിക്യൂൾസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലതരം വൈബ്രേഷൻസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും. ആ ടൈമിൽ നമ്മൾ വാഗിങ് കൂടെ പറയുന്നതായിരിക്കും. സോ ഹിയർ യു ക്യാൻ സീ ദ വാഗിങ് വൈബ്രേഷൻ വിൽ ബി ഒബ്സർവ്ഡ് അറ്റ് അബൌട്ട് 920 cm/-1. ഇതിൻ്റെ കൃത്യം ഡബിൾ, ദാറ്റ് ഈസ് ഇത് ഒമേഗ ബാർ E ആണെങ്കിൽ ഇതിൻ്റെ കൃത്യം ഡബിളിൽ നമുക്ക്
ഒരു ഓവർടോൺ കാണാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ഓവർടോൺ കാണാൻ പറ്റും. So that will be about around 1840 centimeter raised to minus 1. So here you can see the vacuum vibration of this particular molecule here near 920 centimeter raised to minus 1, and at a double value 1840 centimeter raised to minus 1 you can find the overtone corresponding to this overtone for this particular vibrational transition. സോ ഇവിടെ ഇൻറ്റൻസിറ്റി വളരെ ഇൻറ്റൻസ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഓവർടോൺ വരുമ്പോൾ ഇൻറ്റൻസിറ്റി വളരെ ഫീബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ യു ക്യാൻ ആക്ച്വലി കമ്പയർ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ഫണ്ടമെൻ്റൽ ആൻഡ് ആൻ ഓവർടോൺ ഹിയർ. ഫണ്ടമെൻ്റൽ എത്ര ഇൻറ്റൻസ് ആയിരിക്കും, ഓവർടോൺ എത്ര ലെസ് ഇൻറ്റൻസ് ആയിരിക്കും എന്നുള്ളത് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഹിയർ ഈ ഒരു സ്പെക്ട്ര നോക്കുമ്പോൾ നിങ്ങൾക്ക് 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്, ഒരു FTIR സ്പെക്ട്ര എങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണ് ഒരു FTIR സ്പെക്ട്ര ഇരിക്കുന്നത്. ട്രാൻസ്മിറ്റൻസ് ആണ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്, വേവ് നമ്പറും പ്ലോട്ട് ചെയ്യും. ട്രാൻസ്മിറ്റൻസ് വേഴ്സസ് വേവ് നമ്പറാണ്. ട്രാൻസ്മിറ്റൻസ് കുറവുള്ള കേസിൽ എന്ന് വെച്ചാൽ അവിടെ അബ്സോർബ് നടക്കുന്ന കേസിൽ ഒരു ഡിപ്പായിരിക്കും നിങ്ങൾ കാണുന്നത്. IR ബാൻഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഈ ഡിപ്പ് കാരണം അവിടെ അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എത്ര ട്രാൻസ്മിറ്റ് ചെയ്തു എന്നുള്ളതിന് കറസ്പോണ്ടിങ് റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ മാക്സിമം ആയിട്ട് ഇവിടെ തന്നെ നിൽക്കും, 100ൻ്റെ അടുത്ത് തന്നെ പെർസെൻറ്റേജ് ആയിട്ട് നിൽക്കും. മാക്സിമം ട്രാൻസ്മിറ്റൻസ് ആണ്. പക്ഷേ അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റൻസ് വളരെ കുറവായിരിക്കും, കാരണം അവിടെ റേഡിയേഷൻസ് ഇല്ല. സോ ഹിയർ യു ഹാവ് ട്രാൻസ്മിറ്റൻസ് വേഴ്സസ് വേവ് നമ്പർ ഹിയർ ഇൻ ദ എക്സ് ആക്സിസ്. സോ ഹിയർ ക്ലിയർലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് എ ഫണ്ടമെൻ്റൽ ആൻഡ് എ ഓവർടോൺ. ഒരു ഓവർടോണും ഫണ്ടമെൻ്റലും തമ്മിലുള്ള ഇൻറ്റൻസിറ്റി എത്രത്തോളം വ്യത്യാസം വരും എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നത്. ഫസ്റ്റ് ഓവർടോൺ ആണ്. സെക്കൻഡ് ഓവർടോൺ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ 3 ഒമേഗ ബാറിയിലാണ് വരിക. ആ 3 ഒമേഗ ബാറി ഇതിലും ലോവർ ഇൻറ്റൻസിറ്റി ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് ഓവർടോണിനെക്കാട്ടും വളരെ ലോവർ ഇൻറ്റൻസിറ്റി ആയിരിക്കും സെക്കൻഡ് ഓവർടോൺ വരുന്നത്. സോ ഹിയർ ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു about the overtone. So what is overtone, what is the corresponding intensity of the overtone, etc. should be known. Now about combination bands. കോമ്പിനേഷൻ ബാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഫ്രീക്വൻസീസ് ഉണ്ട്, അത് ആഡ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ സിമെട്രീസ് ഒക്കെ അലൗ ചെയ്യുകയാണെങ്കിൽ അത് ആഡ് ചെയ്യപ്പെടുന്നു. ആ ഒരു കേസിൽ അറൈസ് ചെയ്യുന്ന ബാൻഡ്സിനെയാണ് നമ്മൾ കോമ്പിനേഷൻ ബാൻഡ്സ് എന്ന് പറയുന്നത്. അത് ഇൻറ്റൻസിറ്റി ഹയർ ആയിരിക്കില്ല, ലോ ഇൻറ്റൻസിറ്റി തന്നെയായിരിക്കും ഈ കേസിലും. സോ 2 or more fundamentals of overtone can combine together to form the combination bands. mu1 plus mu1, 2 mu1 plus mu2, sorry, mu1 plus mu1, 2 mu1 plus mu2, mu1 plus mu2, mu2 plus mu3, etc. are examples for various combination bands. ഈ mu എന്ന് കാണിക്കുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ്. സോ അത് ആഡ് ചെയ്യപ്പെടുമ്പോൾ you will be getting combination bands. So here you can see the IR spectrum of liquid water. ഇത് ട്രാൻസ്മിറ്റൻസ് അല്ല, ഇവിടെ അബ്സോർബൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാൻഡ് നമ്മൾ നേരത്തെ കണ്ട IR സ്പെക്ട്രത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയല്ല നമ്മുടെ IR സ്പെക്ട്ര ഇരിക്കുന്നത്. IR സ്പെക്ട്ര ട്രാൻസ്മിറ്റൻസ് വേഴ്സസ് വേവ് നമ്പർ ആണ് ഇവിടെ തിരിച്ച് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. സോ ഹിയർ in the case of IR spectrum of liquid water you can see you have 2 fundamental vibration. Scissoring vibration ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ട്, OH സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ട്. ഒന്ന് 1630 cm/-1 ഒന്ന് 3400 cm/-1 ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. OH സ്ട്രെച്ചിങ്ങും അതുപോലെ തന്നെ സിസറിങ് വൈബ്രേഷനും രണ്ടും ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസ് ആണ്. ഈ 2 ഫണ്ടമെൻ്റൽസിൻ്റെയും കൂടെ കോമ്പിനേഷനായിട്ട് യു ക്യാൻ ഫൈൻഡ് the combination band at 5187 cm/-1 and the intensity is very much lower. Intensity വളരെ ലോവർ ആയിട്ടാണ് കാണപ്പെടുക. And here നമുക്ക് ആക്ച്വലി നമ്മൾ പ്രാക്ടീസിൽ ഒരിക്കലും നമുക്ക് ഒരു ഓവർടോൺ അല്ലെങ്കിൽ കോമ്പിനേഷൻ ബാൻഡ് നമ്മൾ ഇപ്പം ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിലൊന്നും നിങ്ങൾ ഒരിക്കലും പറയാറില്ല. നിങ്ങൾ ബേസിക് ആയിട്ട് ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ്റെ കാര്യമോ ഒക്കെ മാത്രമേ പറയുള്ളൂ. ഒരു ഗ്രൂപ്പ് ഫ്രീക്വൻസിയുടെ കാര്യമോ ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ്റെ കാര്യമൊക്കെ മാത്രമേ നിങ്ങൾ മെൻഷൻ ചെയ്യുള്ളൂ. ഓവർടോൺസിനെ കുറിച്ച് പറയാറില്ല. കാരണം ഓവർടോൺസ് ഒന്നും ശരിക്കും ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അല്ല. പക്ഷെ ചില കേസിൽ മാത്രമാണ് ഈ ഓവർടോൺസ് അതുപോലെ തന്നെ കോമ്പിനേഷൻ ബാൻഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതായത് ബെൻസീൻ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു
കുറച്ച് ബാൻഡുകളെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ട് IR സ്പെക്ട്രയിൽ. ഇപ്പോൾ ബെൻസീൻ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകാം, ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകാം. ഈ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് വരുമ്പോൾ ഏത് പൊസിഷൻസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, ഏത് പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, മെറ്റയാണോ, പാരയാണോ, അല്ലെങ്കിൽ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആണോ, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവർടോൺസിനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബെൻസീൻ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുറച്ച് ബാൻഡുകളെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ബാൻഡുകൾ ഒരു 4 ബാൻഡ്സിൻ്റെ ഒരു സെറ്റാണ്. ദാറ്റ് വിൽ ബി ഒബ്സർവ്ഡ് ഇൻ ബിറ്റ്വീൻ 2000 to 1650 cm⁻⁻1. ഈ ഒരു വേവ് ലെങ്ത്തിൻ്റെ വിത്തിനാണ് ഈ ബാൻഡ്സ് എല്ലാം കാണപ്പെടുന്നത്. ഇതും അബ്സോർബൻസ് വേഴ്സസ് വേവ് നമ്പർ ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ വിത്തിൻ ദിസ് വേവ് ലെങ്ത് യു ക്യാൻ ഹാവ് 4 ബാൻഡ്സ് ഫോർ ബെൻസീൻ, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ്റെ കേസിൽ. ഈ 4 ബാൻഡ് എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള ബേസിൽ യു ക്യാൻ സേ ദ ബെൻസീൻ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ. ഇഫ് യു ഹാവ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ, ഇങ്ങനെ 4 ബാൻഡുകളും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കും. ഇനി ഓർത്തോ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആണെങ്കിൽ 4 ബാൻഡും ക്ലോസർ ആയിട്ടിരിക്കും. ആദ്യത്തെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് പൊസിഷൻസിൽ കുറേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിൽ. ഓർത്തോ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ്റെ കേസിലാവുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലോസർ ആയിട്ടായിരിക്കും ആ 4 ബാൻഡ്സും നിൽക്കുന്നത്. ആൻഡ് മെറ്റാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആണെങ്കിൽ അവിടെ 3 ബാൻഡ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ അവിടെ 2 ബാൻഡ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. സോ ഇതിൻ്റെ ബേസിൽ യു ക്യാൻ ആക്ച്വലി ക്ലാസിഫൈ ഓർ decide whether the benzene is mono or di-substituted and where all positions the substitution is occurring and all. So ഇതാണ് ഓവർടോൺസും കോമ്പിനേഷൻ ബാൻഡ്സിനും ഉള്ള ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ്. ബാക്കിയുള്ള നമ്മൾ ഓർഗാനിക് സ്പെക്ട്രയിലാണെങ്കിലും ഒന്നും നമ്മൾ ഈ ഒരു ഓവർടോൺസിനെയും കോമ്പിനേഷൻ ബാൻഡ്സിനെയും ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ബെൻസീൻ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ് ഈ സീരീസ് ഓഫ് ബാൻഡ്സ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ബെൻസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. So in addition to the combination bands, you can have difference bands also. Difference bands എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസീസിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കുന്നു. 2 അല്ലെങ്കിൽ 2 or more fundamentals of overtones will be combining or they will be undergoing subtraction. അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആയിരിക്കും അവിടെ ബാൻഡ്സ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന. ν1 മൈനസ് ν2, 2 ν1 മൈനസ് ν2, ν1 പ്ലസ് ν2 മൈനസ് ν3, ഇതെല്ലാം ഡിഫറൻസ് ബാൻഡ്സ് ആയിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട്. ഇത് മോസ്റ്റ് ഓഫ് ദ കേസസ് കോംപ്ലെക്സ് സ്പെക്ട്രാസ് ഒക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഡിഫറൻസ് ബാൻഡ്സ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ സ്മോളർ ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇല്ല. നൗ വി ആർ മൂവിങ് ഓൺ ടു ഫെർമി റെസൊണൻസ്. ഫെർമി റെസൊണൻസ് ഇസ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ഫിനോമിന. ഇത് പറയുന്ന പോലെ തന്നെ റെസൊണൻസ് ഫിനോമിനയാണ് ഫെർമി റെസൊണൻസ്. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ഫെർമി റെസൊണൻസ്? ഫെർമി റെസൊണൻസിൽ സംഭവിക്കുന്നത് we will be expecting the intensity of a overtone or a combination band to be very much lower. പക്ഷേ നമ്മൾ റിയൽ സിസ്റ്റംസ് എടുക്കുമ്പോൾ, ചില കേസിൽ റിയൽ മോളിക്യൂൾസിൻ്റെ IR സ്പെക്ട്ര എടുക്കുമ്പോൾ അവിടെ ഓവർടോൺസും അതുപോലെ തന്നെ നമ്മുടെ കോമ്പിനേഷൻ ബാൻഡ്സും സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ഇൻറ്റൻസിറ്റിയിൽ കാണപ്പെടാറുണ്ട്. അതൊരു റെസൊണൻസ് ഫിനോമിന നടന്നിട്ടാണ്. ആ റെസൊണൻസ് ഫിനോമിനെ നമ്മൾ ഫെർമി റെസൊണൻസ് എന്ന് പറയും. സോ എന്ത് സംഭവിക്കുന്ന, ഒരു ഫണ്ടമെൻ്റൽ ഉണ്ടാകും. ആ ഫണ്ടമെൻ്റലിൻ്റെ വളരെ അടുത്തായിട്ടൊരു കോമ്പിനേഷനോ അല്ലെങ്കിൽ ഒരു ഓവർടോണോ ഉണ്ടാകും. അത് രണ്ടും നല്ല ഓൾമോസ്റ്റ് സിമിലർ ഫ്രീക്വൻസി ആയിരിക്കും. ആ ഒരു കേസ് വരുമ്പോൾ ഫണ്ടമെൻ്റലിൻ്റെ കുറച്ച് എനർജി നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓവർടോണിനോ അല്ലെങ്കിൽ കോമ്പിനേഷനോ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ കോമ്പിനേഷൻ്റെയോ അല്ലെങ്കിൽ ഓവർടോണിൻ്റെയോ ഇൻറ്റൻസിറ്റി സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റർ ആയിട്ട് കാണപ്പെടുന്നു. ആ ഒരു പർട്ടിക്കുലർ ഫിനോമിനയ്ക്കാണ് റെസൊണൻസ് ഫിനോമിന എന്ന് പറയുന്നത്. സോ ഇങ്ങനെ അടുത്ത് വരുന്ന ഫണ്ടമെൻ്റലുമായിട്ട് ഫ്രീക്വൻസി അടുത്ത് വരുന്ന കേസിൽ നമ്മൾ പറയും ദേ ആർ ആക്സിഡൻ്റലി ഡീജനറേറ്റ് ബാൻഡ്സ്, അല്ലെങ്കിൽ ആക്സിഡൻ്റലി ഡീജനറേറ്റ് ആയിട്ടുള്ള 2 വൈബ്രേഷൻസ് ആണെന്ന് നമ്മൾ പറയും. ഒരിക്കലും 2 ഫണ്ടമെൻ്റൽസ് അടുത്തടുത്ത് വരില്ല, കാരണം ഫണ്ടമെൻ്റൽസ് എപ്പോഴും ദൂരെ ദൂരെ ആയിരിക്കും നിൽക്കുന്ന ഇൻറ്റൻസിറ്റിയിൽ. പക്ഷേ ഒരു ഫണ്ടമെൻ്റലും ഓവർടോണും വരാം, അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റലും കോമ്പിനേഷനും അടുത്തടുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ആക്സിഡൻ്റലി ഡീജനറേറ്റ് ആയിട്ടുള്ള 2 എണ്ണം റെസൊണൻസിലേക്ക് വരുന്നു. എന്നിട്ട് 2 ഇൻറ്റൻസിറ്റി വ്യത്യാസമുള്ളൊരു ബാൻഡ് കാണപ്പെടുന്നു. അതാണ് നമ്മുടെ ഫെർമി റെസൊണൻസിൽ സംഭവിക്കുന്നത്.
When the resonating bands or resonating frequencies are a fundamental and an overtone, we term them as Fermi resonance. ഒരു ഫണ്ടമെൻ്റലും ഓവർടോണും തമ്മിലാണ് ഇങ്ങനെ റെസൊണൻസ് നടക്കുന്നതെങ്കിൽ വി സേ ദാറ്റ് ഈസ് ഫെർമി റെസൊണൻസ്. അല്ലാത്ത കേസിലെല്ലാം റെസൊണൻസ് ഫിനോമിന നടക്കുന്നുണ്ട്. ആക്സിഡൻ്റൽ ഡീജനറേറ്റ് ആയിട്ടുള്ള ബാൻഡ്സ് ആണെന്ന് നമ്മൾ പറയും. അതുകൂടാതെ ഒരു ഓവർടോണും ഫണ്ടമെൻ്റലും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വി സേ ദാറ്റ് ഈസ് ഫെർമി റെസൊണൻസ്. സോ ഹിയർ ഈ ഫിഗറിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്കീം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഓവർടോൺ ആണെന്ന് ഇമാജിൻ ചെയ്യുക, ദിസ് ഇസ് എ ഫണ്ടമെൻ്റൽ എന്ന് വിചാരിക്കുക. സോ അത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റെസൊനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓവർടോണിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഫണ്ടമെൻ്റലിൻ്റെ പ്രസൻസ് കാരണം അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിൽ നിന്ന് കുറച്ച് എനർജി ഒബ്റ്റെയിൻ ചെയ്തിട്ട് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഫണ്ടമെൻ്റലിൽ തന്നെ ആയിരിക്കും അപ്പോഴും ഇൻറ്റൻസിറ്റി കൂടുതൽ, എന്നാലും ഓവർടോണിൻ്റെയും ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ദ ഫിനോമിന ഇൻ വിച്ച് ടു ക്ലോസ് മോളിക്കുലർ വൈബ്രേഷണൽ ഫ്രീക്വൻസീസ് റെസൊനേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് എനർജീസ് നോൺ ആസ് ഫെർമി റെസൊണൻസ് വെൻ ദ ഫണ്ടമെൻ്റൽ റെസൊനേറ്റ്സ് വിത്ത് ആൻ ഓവർടോൺ. ഫണ്ടമെൻ്റൽ ഓവർടോണുമായിട്ട് ഒരുമിച്ച് റെസൊനേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഫെർമി റെസൊണൻസ് എന്ന് പറയുന്നത്. സോ ദേ ഷുഡ് ബി വെരി മച്ച് ക്ലോസ്, നല്ല ക്ലോസ് ആയിട്ടിരിക്കുന്ന വൈബ്രേഷൻസ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ റെസൊണൻസ് പോസിബിൾ ആയിട്ട് വരുള്ളൂ. വെൻ ടു ക്ലോസ് മോളിക്കുലർ വൈബ്രേഷണൽ ഫ്രീക്വൻസീസ് റെസൊനേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് എനർജി. സോ ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന് വേറെയും കാര്യങ്ങളുണ്ട്, സിമെട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മൾ ബ്രീഫായിട്ട് പറയുമ്പോൾ ഒരു ഫണ്ടമെൻ്റലും ഓവർടോണും ആക്സിഡൻ്റലി ഡിജനറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്നു. അങ്ങനത്തെ കേസിൽ they will be resonating and the intensity will be changing, and when you have the fundamental and overtone undergoing resonance, they are termed, that particular phenomenon is termed as Fermi resonance. So ഇവിടെ നിങ്ങൾക്ക് schematic representation, an example for Fermi resonance is carbon dioxide ൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ, carbon dioxide ൻ്റെ കേസിൽ you have a fundamental band at 1337 centimeters to minus 1 and an overtone at 1334.6 centimeters to minus 1. IR സ്പെക്ട്രൽ നമ്മൾ 0.6 ഒന്നും പറയേണ്ട കാര്യമില്ല, 1334 centimeters to minus 1. But due to the effect of Fermi resonance, the first band shifts towards the higher frequency and gives rise to two bands at 1285 centimeters to minus 1 and 1388 centimeters to minus 1. അങ്ങനെ രണ്ട് ബാൻഡുകളായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഇൻറ്റൻസിറ്റി വിൽ ബി കൺസിഡറബിളി ഹയർ ദാൻ ദോസ് കറസ്പോണ്ടിങ് ടു ദി ഓവർടോൺസ്. ഓവർടോൺസിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയെക്കാട്ടും ഹയർ ആയിരിക്കും വെൻ ദേ അണ്ടർഗോ ഫെർമി റെസൊണൻസ്. സോ 1337ലും 1334ലും കാണുന്ന രണ്ട് ബാൻഡുകൾ, ഒരു ഫണ്ടമെൻ്റലും ഓവർടോണും, വിൽ ബി അണ്ടർഗോയിങ് ഫെർമി റെസൊണൻസ് ആൻഡ് ദ കറസ്പോണ്ടിങ് positions will be changing as well as the intensities will be changing. The position will be shifted to 1285, a higher frequency region, and 1388, somewhat like that. So that is one example for Fermi resonance. And here you can see another example for Fermi resonance. It's a molecule, COCl ആണ് ഇവിടെ ഉള്ളത്. So stretching vibration of CO at 875 centimeters raised to minus 1. 875 centimeters to minus 1 will be overtone at approximately 2 into 875, that is 1750 centimeters to minus 1. അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യും. സോ 850ൽ അതിനൊരു ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ ഉണ്ട്, അതിനൊരു ഓവർടോൺ വരുന്നത് 875 ഇൻറ്റു 2 ആണ്. 875 ഇൻറ്റു 2 വരുമ്പോൾ 1750 വരും, ഏകദേശം ഈ ഒരു പൊസിഷനിൽ വരും. അവിടെ തന്നെ CO സ്ട്രെച്ചിങ് വൈബ്രേഷൻ വരും, 1700ലാണ് CO സ്ട്രെച്ചിങ് വൈബ്രേഷൻ വരുന്നത്. അപ്പം CO സ്ട്രെച്ചിങ് ഫണ്ടമെൻ്റൽ വൈബ്രേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓവർടോൺ ഉണ്ട്, CO സ്ട്രെച്ചിങ് വൈബ്രേഷൻ്റെ ഒരു ഓവർടോൺ ഉണ്ട്. അത് രണ്ടും കൂടെ Fermi resonance will be undergoing Fermi resonance, and here you can see this kind of a band will be formed. ഇങ്ങനെ ഒരു ഓവർടോണും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലും ഇങ്ങനെ ഒരു ഫെർമി റെസൊണൻസ് നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഓവർടോണിൻ്റെ ഇൻറ്റൻസിറ്റി സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സോ ഇവിടെ ഏതൊക്കെയാണ് CC സ്ട്രെച്ചിങ് വൈബ്രേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഓവർടോണും അതുപോലെ തന്നെ CO സ്ട്രെച്ചിങ് വൈബ്രേഷൻ്റെ ഓവർടോണും തമ്മിലാണ് ഫെർമി റെസൊനേറ്റ് ചെയ്തത്. സോ ഒരു ഓവർടോണും ഒരു ഫണ്ടമെൻ്റലും തമ്മിൽ
റെസണേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഫെർമി റെസൊണൻസ്. അവിടെ ഓവർടോണിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. So that is the basic thing regarding Fermi resonance. Now the last topic, that is hot bands. ഈ ഒരു സെഷനിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ഹോട്ട് ബാൻഡ്സ്. ഹോട്ട് ബാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേമിൽ തന്നെയുണ്ട്. ഹീറ്റുള്ള കേസിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബാൻഡ്സ്. സോ സാധാരണ കേസിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി യു വിൽ ബി ഒബ്സർവിങ് ദോസ് ട്രാൻസിഷൻ ഫ്രം V=0 to V=1. ഒരു 0th വൈബ്രേഷൻ ലെവലിൽ നിന്ന് ഫസ്റ്റ് വൈബ്രേഷൻ ലെവലിലേക്ക് ഒരു ട്രാൻസിഷനാണ് പൊതുവേ നമ്മൾ വൈബ്രേഷൻ സ്പെക്ട്ര സ്റ്റഡി ചെയ്യുമ്പോൾ കാണുന്നത്. പക്ഷേ ഇഫ് യു ആർ ഹാവിങ് ദ മോളിക്യൂൾ അറ്റ് എ വെരി ഹയർ ടെമ്പറേച്ചർ, വെരി ഹയർ ടെമ്പറേച്ചറിലാണെങ്കിൽ അത് ഹയർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വൈബ്രേഷൻ ലെവൽസാണ് വേരി ചെയ്യുന്നത്. സോ ഹയർ ടെമ്പറേച്ചറിലൊരു മോളിക്യൂളിന് മോളിക്യൂളിൻ്റെ കൂടുതൽ മോളിക്യൂൾസും ആ സിസ്റ്റത്തിലെ കൂടുതൽ മോളിക്യൂൾസും പ്രസൻറ്റ് ഇരിക്കുന്ന എക്സൈറ്റഡ് വൈബ്രേഷൻ സ്റ്റേറ്റിലായിരിക്കും. ഈ എക്സൈറ്റഡ് വൈബ്രേഷൻ സ്റ്റേറ്റിൽ നിന്ന് പിന്നെയുള്ള ട്രാൻസിഷൻസിനെ നമ്മൾ പറയുന്നതാണ് ഹോട്ട് ബാൻഡ് എന്ന് പറയുന്നത്. സോ എ ഹോട്ട് ബാൻഡ് ഇസ് എ ബാൻഡ് സെൻറ്റേർഡ് ഓൺ എ ഹോട്ട് ട്രാൻസിഷൻ വിച്ച് ഈസ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ടു എക്സൈറ്റഡ് വൈബ്രേഷൻ സ്റ്റേറ്റ്. സോ എക്സൈറ്റഡ് വൈബ്രേഷൻ സ്റ്റേറ്റിൻ്റെ ബിറ്റ്വീനുള്ള ട്രാൻസിഷൻസ് ആണ് ഹോട്ട് ബാൻഡ്സ് വരുന്നത്. സോ ദ റീസൺ ഈസ് ആസ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ മോർ ആൻഡ് മോർ മോളിക്യൂൾസ് വിൽ ബി present in a higher excited vibrational state. Due to the increased population of molecules in the excited vibration state, they will be undergoing transition from the excited vibration states to a higher vibration levels. So higher temperatures higher vibration levels ആയിരിക്കും occupied ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ higher vibration levels അല്ലെങ്കിൽ excited vibration levels നിന്ന് ട്രാൻസിഷൻ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന ട്രാൻസിഷൻസ് നമ്മൾ ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്നു. ദീസ് ട്രാൻസിഷൻസ് ആർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് with low intensity, with lower signal intensity at lower temperature and higher signal intensity at higher temperature. Obviously temperature lower ആവുമ്പോൾ population lower ആയിരിക്കും, അതുകൊണ്ട് intensity കുറവായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ട്രാൻസിഷൻ്റെ. ടെമ്പറേച്ചർ ഹയർ ആവുമ്പോൾ ആ എക്സൈറ്റഡ് ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്കുള്ള ട്രാൻസിഷൻ മോസ്റ്റ് പ്രോബബിൾ ആയിരിക്കും, മോർ ഇൻറ്റൻസ് ആയിരിക്കും. So at room temperature only the ground state is highly populated, and ഇത് നിങ്ങൾക്ക് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ദ Maxwell-Boltzmann distribution law states that if the molecule in thermal equilibrium occupy two states of energy Ej and Ei, the relative population of the molecule occupying these states will be given like this, where Nj and Ni are the Nj is the number of particles in the state J and N is the total number of particles in the ground state. So ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ലെവലിലെയും പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് യു ക്യാൻ ആക്ച്വലി പ്രെഡിക്റ്റ് ദി കറസ്പോണ്ടിങ് ഇൻറ്റൻസിറ്റി ഓഫ് എ പർട്ടിക്കുലർ ട്രാൻസിഷൻ. സോ ഹോട്ട് ബാൻഡ്സ് എന്താണ്? ഹോട്ട് ബാൻഡ്സ് ഹയർ ടെമ്പറേച്ചറിൽ അറൈസ് ചെയ്യുന്ന ബാൻഡ്സ് ആണ്. ലോവർ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, ഫീബിൾ ആയിരിക്കും, കാരണം ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് വൈബ്രേഷൻ സ്റ്റേറ്റ്സ് പോപ്പുലേറ്റഡ് ആകണം എന്നില്ല, വെരി ഫീബ്ലി പോപ്പുലേറ്റഡ് ആകാം, അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. സോ ഹിയർ ഇതൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അല്ല, എന്നാലും ദിസ് പിക്ചർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിങ് സോ മെനി തിങ്സ് കമ്മിങ് അണ്ടർ ദിസ് IR സ്പെക്ട്രോസ്കോപ്പി. അതായത് അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫാണ്. യു ഹാവ് internuclear distance in the x-axis and energy in the y-axis, energy for dissociation, and fundamental എന്താണ്, ഓവർടോൺ എന്താണ്. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ V=0 to V=1 ആകാം, അല്ലെങ്കിൽ ഡെൽറ്റ V ±1 ആകുന്ന കേസിലെല്ലാം ഫണ്ടമെൻ്റൽസ് ആയിരിക്കും. ആൻഡ് ഓവർടോൺസ് കറസ്പോണ്ടിങ്ലി നമുക്ക് ഡെൽറ്റ V ±2 ±3 വരുന്ന കേസിൽ യു ഹാവ് ദി ഓവർടോൺസ്. And for all the vibration spectra you will be having a 0 point energy. 0 point energy നമ്മുടെ അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഹാർമോണിക് ഓസിലേറ്ററിനെക്കാട്ടും ഡിഫറെൻ്റ് ആണ്. And you have the vibration, you have the hot bands here. Hot bands will be arising from excited vibration levels. Excited vibration ലെവലിൽ നിന്ന് അടുത്ത ലെവൽസിലേക്കുള്ള ട്രാൻസിഷൻസ് നടക്കുന്നു. ബിക്കോസ് ഹയർ ടെമ്പറേച്ചറിൽ ഹയർ വൈബ്രേഷൻ ലെവൽസ് ആയിരിക്കും ഫില്ലായിരിക്കുന്നത്. ഹയർ വൈബ്രേഷൻ ലെവൽസ് ഫില്ലായിരിക്കുമ്പം അവിടെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അവിടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട്
അവിടെ നിന്നുള്ള ട്രാൻസിഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ബാൻഡ്സ് എല്ലാം നമ്മൾ ഹയർ ടെമ്പറേച്ചറിലായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. സോ ഹിയർ യു ക്യാൻ സി ഹോട്ട് ബാൻഡ്സ് കറസ്പോണ്ടിങ് ടു V is equal to 1, delta V is equal to plus or minus 1, delta V is equal to plus or minus 2, delta V is equal to plus or minus 3, etc. So ഹോട്ട് ബാൻഡ്സും ഫണ്ടമെൻ്റൽസും ഓവർടോൺസും എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഹോട്ട് ബാൻഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല, ഹോട്ട് ബാൻഡ്സിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽസിൻ്റെയും അതുപോലെ തന്നെ ഓവർടോൺസിൻ്റെയൊക്കെ ഫ്രീക്വൻസി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. എക്സൈറ്റഡ് സ്റ്റേറ്റിന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ എത്രത്തോളം എനർജി ഡിഫറൻസ് വരും, അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും കമ്പയർഡ് ടു ഫസ്റ്റ് ഓവർടോൺ. ഡെൽറ്റ വി പ്ലസ് ഓ മൈനസ് 1 ആയിട്ടുള്ള കേസിൽ ഒരു ഹോട്ട് ബാൻഡും ഒരു ഫണ്ടമെൻ്റലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഫ്രീക്വൻസീസ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കുമോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കുമോ? എന്തുകൊണ്ട് അങ്ങനെ ഡിഫറെൻ്റ് വരുന്നു? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഈ ഫിഗറിൽ നിന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. സോ ദിസ് ആർ ദ ബേസിക് തിങ്സ് റിഗാർഡിംഗ് the overtones, combinations, difference bands and Fermi resonance as well as hot bands in vibration spectroscopy. So that's all. Thank you.